നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ചുണ്ടേൽ എന്ന് പറയുന്ന ടൗണിലാണ്. ഈ ഒരു ചുണ്ടേൽ ടൗണിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ടൗണിലേക്ക് വരെ ആന ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ അപ്പുറം ഒക്കെയാണ് ഒരു ഫോറസ്റ്റൊക്കെ ഉള്ളത്. അവിടുന്ന് ചുണ്ടേൽ ടൗണിലേക്കൊക്കെ ആന എത്തിയിരിക്കുകയാണ്. അങ്ങനെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു സ്ഥലമൊന്നുമല്ല. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം കണ്ട ഈ പ്രദേശത്തേക്കൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതാണ് വയനാട്ടിലെ ഒരു ടൗണും ഇപ്പോൾ സേഫ് അല്ലാത്തൊരു ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് ചുണ്ടേൽ ടൗണിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയ ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഭാഗത്ത് കാണാം. ഇത് നാഷണൽ ഹൈവേ ആണ്. ഈ ഹൈവേയുടെ തൊട്ട് ചേർന്ന് വരെ ആന എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഈ കാണുന്നതാണ് NH 766 ചുണ്ടേൽ ടൗണിനോട് ചേർന്നുള്ള കാനറ ബാങ്കിൻ്റെ തൊട്ട് അടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ അടുത്താണ് ആന വന്നിരിക്കുന്നത്. എനിക്ക് ഈ റോഡിലൊക്കെ കാണാം. ഇതൊക്കെ ആന വന്നിട്ട് പോയതിൻ്റെ ബാക്കി പത്രങ്ങളാട്ടോ. കണ്ടോ, ഇവിടെ നിൽക്കുന്ന കുറേ മരങ്ങളുണ്ടായിരുന്നു, അലങ്കാര പനകളായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ തൊട്ട് മുമ്പിൽ തന്നെ ഈ കാണുന്ന വീടിൻ്റെ ഉള്ളിലേക്കും കയറിയിട്ടുണ്ട്. ഇതുണ്ട്, ഇതിലിങ്ങനെ സൈഡിൽ കൂടെയുള്ള കംപ്ലീറ്റ് കളഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജനവാസ മേഖലയാണ്. അടുത്തൊന്നും ഫോറസ്റ്റ് ഇല്ല. പിന്നെ അതൊന്നും കൂടുതൽ ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യം ആവശ്യമില്ല. പക്ഷേ ഈ ടൗണിലൊക്കെ ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇപ്പോൾ ഇതിനൊക്കെ പറയാമെന്ന് നമുക്കറിയില്ല. അതുപോലെ ഇപ്പോൾ ആന എല്ലാ പ്രദേശത്തേക്കും എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ടൗണെന്നോ അല്ലെങ്കിൽ ഉൾപ്രദേശം ഒന്നും വ്യത്യാസമില്ലാതെ ആന ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണിപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച. ഏതായാലും ഈ വീടിൻ്റെ മുൻവശത്തുണ്ടായിരുന്ന ആന മറിച്ചിട്ടിരിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന മാത്രമല്ല, അവരുടെ ഒരു മതിലും ഇതുപോലെ മറിച്ച് കളഞ്ഞിട്ടുണ്ട്, പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആന കയറിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ആന പോയിരിക്കുന്നത് ഈ ഒരു വഴിയെയാണ്. ഇതിലിങ്ങനെ പോയിരിക്കുകയാണ്. ഇതൊക്കെ തോട്ടങ്ങളാണ്. അടുത്തൊന്നും കാടുകളില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാപ്പിലൊക്കെ നോക്കാവുന്നതാണ്. ഇത് ചേലോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആന ഈ ഒരു വഴിക്ക് വരുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പേരെങ്ങനെയാണ്? പേര് അക്ബർ സിദ്ദീഖ് എന്നാണ്. ഇത് എപ്പോഴാണ് ഇത് സംഭവം? മിനിഞ്ഞാന്ന് പാതിരാത്രി, എനിക്ക് തോന്നുന്നു ഒരു 1:45 അങ്ങനെ ആയി കാണും. അപ്പം ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു. ഓക്കെ. അപ്പം രാവിലെ പത്രം ഇടുന്ന ആൾ വന്ന് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് വന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഇതിൻ്റെ പിറകിൽ എൻ്റെ വീട്ടിൽ അവിടുന്ന് ചേലോട് എസ്റ്റേറ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് അങ്ങനെ ഇറങ്ങി ആ മതിൽ, ഒരു സ്നേഹമതിലുണ്ട്, അത് പൊളിച്ചിട്ടാണ് ആന ഇതിലേക്ക് വന്ന്. ഇപ്പം ഇവിടുന്ന് പിന്നെ പുറത്ത് കിടക്കാൻ മാർഗം കാണാനായിട്ട് ഈ ഭാഗം തകർത്തു. അത് കഴിഞ്ഞ് ഇതിലേ ഇങ്ങനെ താഴോട്ടിറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് എന്നിട്ടാണ് അങ്ങോട്ട് പോയത്. എന്നിട്ട് ഇതിലെ തന്നെ ഇങ്ങനെ വന്ന് ഈ ഗേറ്റ് തൊടാഞ്ഞ് നന്നായി. അപ്പോൾ അത് തകർത്തിട്ടാണ് പിന്നെ പുള്ളി ഇവിടേക്ക് വരുന്നത്. ആൻ്റെ ഇവിടേക്ക് വന്നിട്ട് അപ്പോഴീ പന ഇവിടെ തടസ്സമായി നിൽക്കുന്ന കാരണം അത് തട്ടിയിട്ടിട്ട് ഈ മതിൽ ഫെൻസിങ് ഉണ്ടല്ലോ, ഇൻഡസ്ട്രിയൽ പൊളിച്ച് താഴോട്ടേക്ക് കിടന്നു. അപ്പോഴാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ കുറച്ച് പാം ട്രീസ് വെച്ചിരുന്നു, മറ്റേ ഫോക്സ് സ്റ്റൈൽ, ഒരു 5 റോഡ് സൈഡിൽ. അത് മുഴുവൻ തകർത്ത് അതിലേ അങ്ങ് തിരിച്ച് സംഭവമല്ലേ? അല്ല, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ. പക്ഷെ ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല. അന്ന് ഇതേപോലെ തന്നെ അത് പൊളിച്ചിട്ട് അവിടെ എൻ്റെ മറ്റേ ഗേറ്റ്, അപ്പുറത്തെ ഗേറ്റിന്റെ മതിൽ പൊളിച്ചിട്ടാണ് ആന പുറത്തേക്ക് പോയത്. ഇത്തവണ ആ മതിൽ പൊളിക്കാതെ ഇവിടെ
ഈ ഫെൻസിങ് പൊളിച്ച് ഇതിനകത്ത് കയറി ഇവിടെയുള്ള ഇതും തകർത്തിട്ടാണ് ആന പോകുന്നത്. ശരിക്കും ഇത് ചുണ്ട ടൗൺ അല്ലേ? ടൗൺ തന്നെയാണ്. ഇത്രയും ആളുകൾ താമസിക്കുന്ന ഒരു ഹൈവേ ശരിക്കും പറഞ്ഞാൽ ഒരു 50 മീറ്ററേ ഉള്ളൂ. അതെ, കാലിക്കറ്റ് ബാംഗ്ലൂർ ഹൈവേൻ്റെ സൈഡിൽ തന്നെയല്ലേ ഇത്. ഇത് ഇവിടെ ഇപ്പം മിനിഞ്ഞാന്നാ വന്നത്. കഴിഞ്ഞ ആഴ്ച അതായത് ഒരു 10 ദിവസം മുന്നേ ഈ പുതിയ വീട്ടിൽ ആന വന്നിരുന്നു. ഇവിടെ ആന വന്ന് ആന അതിൻ്റെ പിറകിലുള്ള പ്ലാവിന്ന് ചക്ക തിന്നിട്ട് നേരെ അതിലെ ഇറങ്ങി വന്ന് അവരുടെ പിറകിലുള്ള ഗേറ്റ് തകർത്തിട്ട് അവരുടെ മുറ്റത്ത് വന്നു. അതിനുശേഷം പുറത്തിറങ്ങാൻ വഴിയില്ലാത്തതുകൊണ്ട് ആ വലിയ മെയിൻ ഗേറ്റ് തന്നെ തള്ളി മാറ്റിയിട്ട് ആന അതിലെ അങ്ങനെ മുകളിൽ കാണുന്ന മെയിൻ ഗേറ്റ് അത് ഗേറ്റ് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരുന്നു. ഗേറ്റ് കുറച്ച് അവിടെ ചെറുതായിട്ടൊന്ന് ബെൻഡായിട്ടുണ്ട്. അത് അവര് ഇൻഡസ്ട്രിയിലുകാർ വിളിച്ചിട്ട് ശരിയാക്കി. ഇതിപ്പോ അടുത്ത് എവിടെയും ഏറ്റവും അടുത്തെവിടെയാ ഫോറസ്റ്റ് ഉള്ളത്? ഫോറസ്റ്റ് ഉള്ള ചെമ്പ്ര പീക്കിന്റെയും പിന്നെ കുന്നമ്പറ്റ ആ സൈഡാണ്. അങ്ങനെയായാലും ഒരു 8 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും ഇല്ലേ? അത്രയും ദൂരമൊക്കെ 5-6 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അമ്മാറയിലുണ്ട് ആ ഫോറസ്റ്റ് ഏരിയ, അവിടെ നിന്നും ചിലപ്പം കയറി വരും. ഇത് വന്നത് ശരിക്കും ചേലോട് ഭാഗത്തുനിന്ന്, അതായത് ചെമ്പ്രാപ്പീക്കിന്റെ ആ ബാക്ക് സൈഡിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരുന്നതാണ്. ഇന്നിപ്പോ ചേലോട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, കാറും സ്കൂട്ടറൊക്കെ തട്ടി തകർത്തിട്ട് പോയത്. ഫോറസ്റ്റുകാരെ അറിയിച്ചോ? ഇത് ഞാൻ അറിയിച്ചിരുന്നു. ഇന്നലെ അവര് വന്ന് ഇവിടെ നോക്കി ഇതാക്കിയിട്ട് പോയതാ. അപ്പോൾ ഇന്ന് അവിടെ ഒരു പരാതിയൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പം അത് അക്ഷയയിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, അക്ഷയ ത്രൂ. എന്താ നടപടിക്രമങ്ങൾ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് അവർ ഫണ്ടമെൻ്റലി അവിടെ നിന്ന് തന്നെ തടുക്കണം. അവിടെ ആദ്യം ഇതിൽ നേതൃത്വത്തിലും അവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ വർഷം അവരത് സ്ഥാപിച്ചതാണ്. പക്ഷെ അതും ആന പൊളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഒന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ആന ഇതിലേക്ക് വരാൻ തുടങ്ങി. നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നല്ലേ? ഇല്ല. ഇതിന്റെ ഇവിടെ ക്യാമറയിലും എല്ലാം കിട്ടിയിട്ടുണ്ടോ? ഇത് പൊളിക്കുന്ന കിട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ ഏതായാലും ആ ഒരു വിഷ്വൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഏതായാലും ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വളരെ ഭീകരമായൊരവസ്ഥയാണ്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരെ ആന കയറിയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, അതുപോലെ നാശനഷ്ടങ്ങളാണ് ഈ ഒരു കാട്ടാന ഈ ഒരു പ്രദേശത്ത് വരുത്തി വെച്ച്. ഇതിൻ്റെ എഫക്റ്റ് അറിയണമെങ്കിൽ ഇനിയിപ്പോൾ നാളെ ആവുമായിരിക്കും ഇവിടെ. ഏതായാലും ചുണ്ടേൽ പ്രദേശത്ത് ഇതുപോലെയാണ് കേട്ടോ, വളരെയധികം രൂക്ഷമാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആന എത്താത്ത പ്രദേശങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ആന എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആന അവിടെ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. വലിയ നാശം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലൊക്കെ കയറി ഇതുപോലെ സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർ നട്ടുപിടിപ്പിച്ച സംഭവങ്ങളും അതുപോലെ തന്നെ ഗേറ്റും മതിലും ഒക്കെ തകർത്തിരിക്കുകയാണ്. ഇതുപോലെ
വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് വയനാട്ടിലുള്ള ഓരോ പ്രദേശത്തുള്ള ആളുകളും കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.